ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാം ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള റെസിപ്പി തന്നെയാണ്. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ വേണം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള, മല്ലിയില, പിന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ബാക്കി പൊടികളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം അത് ഉരുളയാക്കിയിട്ട് ഇതുപോലെ ആ ഒരു നടുഭാഗത്ത് ചെറിയൊരു കുഴിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ചീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ബോളാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കട്ടിയിൽ തന്നെ കലക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡ് ആയതിന് ശേഷം തിരിച്ചും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും ആ ഉള്ളിലത്തെ ആ ഒരു ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കട്ട്ലേറ്റ് ഒക്കെ കഴിക്കില്ല അതേപോലെയുണ്ട്. ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. തണുത്ത് കഴിഞ്ഞാൽ ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ സോസും കൂട്ടിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.